ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കോട്ടൺ കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കുർത്ത സെറ്റ് മീഷോന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. മൊത്തം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്ലിറ്റ് ഉണ്ട് കേട്ടോ. ആൻഡ് യോക്ക് പോർഷൻ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇവിടെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട്. നെക്കിലും വരുന്നുണ്ട് പൈപ്പിംഗ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഞാൻ കാണിക്കുന്ന ഒരു കുർത്ത സെറ്റിനും ലൈനിങ് വരുന്നില്ല കേട്ടോ. ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ് എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് പാൻസാണ്. ഇതാണ് ദുപ്പട്ട. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് 782 റുപ്പീസിനാണ്. പിന്നെ ഇന്ന് കാണിക്കുന്ന എല്ലാ കുർത്ത സെറ്റുകളും ഞാൻ സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അടുത്തത് ഈ ഒരു കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. കുർത്ത പ്ലെയിൻ ആണ്, പാൻറ്റ് പ്രിൻറ്റഡ് ആട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്താണെങ്കിൽ ഫോൾഡ് ചെയ്ത് വെച്ച മോഡലാണ്. ഇവിടെ ബട്ടൺസ് വരുന്നുണ്ട്. മെറ്റീരിയലാണെങ്കിൽ കുറച്ച് ഇങ്ങനെ കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഈ സമ്മർ സീസണിലൊക്കെ ഇതിടാൻ അത്ര കംഫർട്ടബിൾ ആവില്ല കേട്ടോ ഈ ഒരു കുർത്ത. കാരണം കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. ആൻഡ് മാൻഡ്രിൻ കോളറാണ്. ഇവിടെ ബട്ടൺസ് വരുന്നുണ്ട്. ഫസ്റ്റത്തെ ബട്ടൺസ് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം ഷോ ബട്ടൺസ് ആണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഈയുടെ സ്ലിറ്റ് കുറച്ച് ഇറങ്ങിയിട്ടാട്ടോ വരുന്നത്. പിന്നെ നടുക്കും സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ് എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. കലങ്കാരി പ്രിൻ്റാണ്. ഇവിടെ വള്ളിയുണ്ട്. നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കാം. പലാസോ ടൈപ്പാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഇത്. ടോപ്പിൻ്റെ പോലെ കട്ടിയുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 709 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. ആൻഡ് ഇവിടെ ഉണ്ട് കേട്ടോ ഗോട്ടാപ്പട്ടി ലേസ്. ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ. യോക്ക് പോർഷനിലും ഒരു പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. ഈ ഒരു പീച്ച് ഷെയ്ഡ് വരുന്നതിൻ്റെ അവിടെ കേട്ടോ. അങ്ങനെ യൂണിഫോം ആയിട്ടല്ല കളർ വരുന്നത്. മീൻസ് സോളിഡ് ആയിട്ടല്ല കേട്ടോ. ക്ലോസപ്പിൽ കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. ഇവിടെ വള്ളിയുണ്ട്. നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കാം. പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ് എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ചില ഭാഗത്ത് പെയിൻറ്റും കൊണ്ടുള്ള ഡിസൈൻ ഉണ്ട്. അവിടെ തൊടുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു കുർത്ത സെറ്റിൻ്റെ വേറെ 4 കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 787 റുപ്പീസിനാണ്. അടുത്തത് ഒരു കോഡ് സെറ്റാണ്. ഇതാണ് കുർത്ത. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട്. ചെറിയ വീതിയുള്ള എലാസ്റ്റിക് ആട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഞാൻ മേടിച്ചിട്ടുള്ള എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ് എനിക്ക് കറക്റ്റ് ആട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ആൻഡ് ഇതിൽ വൈറ്റ് ഷെയ്ഡൊക്കെ ഉള്ളത് കാരണം ന്യൂഡ് കളർ ഇന്നർവെയർ ആണ് ഇതിന് സ്യൂട്ട് ആവുന്നത്. സ്ട്രെയിറ്റ് കുർത്തയാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. മൊത്തം ഇങ്ങനെ ലൈൻസ് ആണ്. അതിലിങ്ങനെ ഫ്ലോറൽ ഡിസൈൻ ആണ്. സെയിം പ്രിൻറ്റിലാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. പലാസോ ടൈപ്പാട്ടോ.
ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 701 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. 3/4 സ്ലീവാണ്. സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഇവിടെ ബട്ടൺസൊക്കെ ഉണ്ട്. ഈ ലൈൻസ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുള്ള പെയിൻ്റ് ആണ് വരുന്നത്. മാൻഡ്രിൻ കോളറാണ്. ആൻഡ് താഴെ വരെ ബട്ടൺസ് ഉണ്ട്. ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആട്ടോ. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഏറ്റവും അടിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെറിയ കേവ് ഉണ്ട്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. ഞാൻ പർച്ചേസ് ചെയ്ത് 485 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. എ-ലൈൻ കുർത്ത സെറ്റാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ കോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. മൊത്തം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ്. യോക്ക് പോർഷനിലാണെങ്കിൽ പടി വെച്ചിട്ടുണ്ട്. ചുറ്റും വേറൊരു ബോർഡറും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലിങ്ങനെ ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട് 2 സൈഡിലും. ആൻഡ് സീക്വൻസ് വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. പിന്നെ നെക്കിലും ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ആൻഡ് ഫ്രണ്ടിലാണെങ്കിൽ ഏറ്റവും അടിയിൽ പടി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ പടി വരുന്നില്ല. ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാട്ടോ. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഇതാണ് ദുപ്പട്ട. 4 സൈഡിലും കോട്ടപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് 845 റുപ്പീസിനാണ്. അടുത്തത് ഒരു എ-ലൈൻ കുർത്ത സെറ്റാണ്. കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. എൽബോ ലെങ്ത് ആണ് സ്ലീവ്സിന് വരുന്നത്. സ്ലീവ്സിൻ്റെ അറ്റത്ത് ചെറിയ പടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിലും വരുന്നുണ്ട്. ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും ഉണ്ട് കേട്ടോ പടി. ആൻഡ് 2 സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. എ-ലൈൻ കുർത്തയാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാട്ടോ. ഏറ്റവും അടിയിലും ഫ്രണ്ടിലും ബാക്കിലും ചെറിയ പടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുർത്തയ്ക്കാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ലെങ്ത്ത് വേണം. എന്നാലേ ഞാൻ ഇടുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കുർത്തയ്ക്ക് കുറച്ചുകൂടി ലെങ്ത്ത് വേണം. ആൻഡ് ഞാൻ മേടിച്ച സൈസ് മീഡിയം സൈസാണ്. സൈസ് എനിക്ക് കറക്റ്റാണ്. ഇതാണ് പാൻസ്. മൊത്തം ഇങ്ങനെ ലൈൻസാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് 603 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.